കാത്തിരിപ്പിന് വിരാമമിട്ട് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെത്തി. ടഗ് ബോട്ടുകൾ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. 4 ടഗ് ബോട്ടുകൾ ചേർന്ന് മദർഷിപ്പിനെ ബർത്തിലേക്ക് അടുപ്പിച്ചു. ട്രയൽ റണ്ണും മദർഷിപ്പിനുള്ള ഔദ്യോഗിക സ്വീകരണവും നാളെ നടക്കും. കേരളത്തിന്റെ വികസന കുതിപ്പിന് വിഴിഞ്ഞം തുറമുഖം സഹായകമാകുമെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ. പദ്ധതിയുടെ തുടർഘട്ടങ്ങൾ ജനപിന്തുണയോടെ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. കേരളത്തിന് സാമ്പത്തികമായി, വ്യവസായികമായി, വാണിജ്യപരമായി, തൊഴിൽപരമായി, ടൂറിസം മേഖലയിൽ ഇങ്ങനെ നാനാരംഗത്ത് വികസനത്തിൻ്റെ കുതിപ്പുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുകയാണ്. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ മറ്റ് ജനങ്ങളിൽ നിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ തുറമുഖത്തിൻ്റെ വികസന വീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകൃതിദത്തമായ ഒരു അനുഗ്രഹീതമായ ഘടകം, അതിൻ്റെ സൗന്ദര്യവും സൗകര്യവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ളതാണ്. അഭിമാന നിമിഷമെന്ന് വിഴിഞ്ഞം തുറമുഖം MD ഡോക്ടർ ദിവ്യ S. അയ്യർ 24-നോട്. വിഴിഞ്ഞത്ത് നിന്ന് S. വിജയകുമാർ, അഖിൽ ഷാൻ സാർ, ആഴിമലയിൽ നിന്ന് ഷഫീദ് റാവുത്തർ എന്നിവർ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, അങ്ങനെ ഏറെക്കാലമായി മലയാളികൾ കാതോർത്തിരുന്ന, അല്ലെങ്കിൽ മലയാളികൾ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചിരുന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. വിഴിഞ്ഞത്തേക്ക് ഒരു കൂറ്റൻ മദർഷിപ്പ് അത് ബർത്ത് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വിഴിഞ്ഞം തുറമുഖം കാണാൻ സാധിക്കും. ആ തുറമുഖത്തിന്റെ ഒരു വശത്തേക്കാണ് ഇപ്പോൾ, ആ തുറമുഖത്തിലേക്കാണ് ഇപ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ മദർഷിപ്പ് ഇപ്പോൾ ബർത്ത് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 25 മിനിറ്റോളം സമയമെടുത്തുകൊണ്ടാണ് ടഗ് ബോട്ടുകൾ ഈ സാൻ ഫെർണാണ്ടോ എന്ന് പറയപ്പെടുന്ന കൂറ്റൻ മദർഷിപ്പിനെ തള്ളിക്കൊണ്ട് ആ ബെർത്തിങ് നടപടികൾ പൂർത്തിയാക്കിയത്. മൂറിംഗ് മുതൽ ബെർത്തിങ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എന്നിട്ട് 15 മിനിറ്റിലധികം സമയമെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ബെർത്തിങ്ങിന് ഫ്ലാഗ് ഓഫ് ചെയ്തു. മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകൾ, വിസിൽ MD അടക്കമുള്ള ആളുകൾ ഈ തുറമുഖത്ത് ആ സമയത്തുണ്ടായിരുന്നു. രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔട്ടർ റിംഗ് ഏരിയയിലേക്ക് ആദ്യമായി സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ മദർഷിപ്പ് എത്തുന്നത്. അപ്പോൾ നമ്മളൊരു പൊട്ടുപോലെ കണ്ട ആ സാൻ ഫെർണാണ്ടോ പിന്നീട് തെളിഞ്ഞ് ആ കൂറ്റൻ കപ്പൽ അത് നമുക്ക് മുൻപിൽ, മലയാളികൾക്ക് മുൻപിൽ, ലോകത്തിന് മുൻപിൽ തെളിഞ്ഞു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുമപ്പുറത്തേക്ക് തൊട്ടു പിന്നാലെ തന്നെ വിഴിഞ്ഞത്ത് നിന്ന ആദ്യത്തെ ടഗ് ബോട്ട് അത് ഇവിടെ നിന്ന് ഈ സാൻ ഫെർണാണ്ടോ എന്ന് പറയപ്പെടുന്ന മദർഷിപ്പിനടുത്തേക്ക് പോയി ക്ലിയറൻസ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ആ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ ഏറ്റെടുത്തു. ശേഷം തൊട്ടപ്പുറത്തേക്ക്, അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുറമുഖ ചാലിലേക്ക് സാൻ ഫെർണാണ്ടോ എത്തിച്ച ശേഷം വാട്ടർ സല്യൂട്ടോടു കൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ബെർത്തിങ് നടപടി അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് ഇറക്കണം. അത് ഇന്ന് തന്നെ പ്രോസസ്സ് തുടങ്ങുമെന്നുള്ളതാണ് വിഴിഞ്ഞം അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതിനുശേഷം നാളെ ഔദ്യോഗിക ഉദ്ഘാടന പരിപാടി. പിന്നാലെ ഫീഡർ ഷിപ്പുകൾ വന്ന കണ്ടെയ്നറുകളുമായി ഫീഡർ വെസലുകൾ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും. ഏതായാലും മലയാളികളെ സംബന്ധിച്ച് ലോകത്തിന്റെ കപ്പൽ ഭൂപടത്തിൽ കേരളത്തെ മാർക്ക് ചെയ്യുന്നു, വിഴിഞ്ഞത്തെ മാർക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് വലിയ വികസനം വിഴിഞ്ഞം വഴി സംസ്ഥാനത്തിനുണ്ടാകും, രാജ്യത്തിനുണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിലുള്ള പ്രത്യേകതകൾ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴവും അതേപോലെ തന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നുള്ള ദൂരക്കുറവ് അതടക്കമുള്ള കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തെ മറ്റ് തുറമുഖങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അപ്പുറത്തുള്ള നമ്മുടെ സമീപത്തെ സിംഗപ്പൂർ അടക്കമുള്ള തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ വികസന സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. വേണോ? ശരി, S. വിജയകുമാറും വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിജയകുമാർ, എത്ര വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് നടക്കുന്നത്? വേണു, നമ്മൾ ഈ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഈ കപ്പൽ ബർത്ത് ചെയ്തിരിക്കുന്നതിന്റെ ഏറെക്കുറെ പിറകുഭാഗത്താണ്. നമുക്കൊരു പക്ഷേ ഈ നിയമപരമായി നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും അടുത്ത് നിന്ന് നമുക്ക് ആ കപ്പലിനെ കാണാൻ കഴിയുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, പടുകൂറ്റൻ മദർഷിപ്പ് കണ്ടെയ്നറുകളുമായി അവിടെ ബർത്ത് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു പെർഫെക്റ്റ് ബർത്തിങ് എന്ന് നമുക്ക് എല്ലാ തരത്തിലും പറയാവുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് വിഴിഞ്ഞം ഒരു തുറമുഖം, ഒരു സ്വാഭാവിക തുറമുഖം എന്ന നിലയിൽ ലോകത്തോട് പറയുന്നതും അത് തന്നെയാണ്. അതിന്റെ സ്വാഭാവികത തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ ഈ പ്രകൃതി നൽകിയിട്ടുള്ള ഈ ഇത്തരം സൗകര്യങ്ങൾ പരമാവധി ഒരു തുറമുഖത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഇവിടെ വിഴിഞ്ഞത്ത് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇന്ന് രാവിലെ അത് നേരിട്ട് തത്സമയം ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തതാണ്. 4 ടഗുകൾക്ക് വളരെ സുഗമമായി പുറംകടലിൽ നിന്ന്
ഈ വലിയ മദർഷിപ്പിനെ ഇവിടേക്ക് കൊണ്ടുവരാനും കപ്പൽ ചാലിന് പുറത്ത് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ചാലിലൂടെ കൊണ്ടുവരാനും അത് വളരെ സുഗമമായി ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ സാങ്കേതികമായി വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ബർത്തിലേക്ക് ഏതാണ്ട് 400 മീറ്റർ നീളത്തിലുള്ള ബർത്ത് സ്പേസിലേക്ക് അതിനെ അടുപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വിഴിഞ്ഞം തുറമുഖം ലോകത്തിന് നൽകുന്നതും ആ സന്ദേശം അതുതന്നെയാണ്. കാരണം ലോകത്തെ മുഴുവൻ പ്രധാനപ്പെട്ട ഈ കാർഗോ കമ്പനികളും വിഴിഞ്ഞത്തേക്ക് അടുത്ത അവരുടെ ഷെഡ്യൂളുകൾ തീരുമാനിക്കാൻ കാരണമാകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കാരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വായിച്ചതാണ്, കണ്ടതാണ്. കൊളംബോ അടക്കമുള്ള തുറമുഖങ്ങളുടെ പുറംകടലിൽ ഊഴം കാത്തു കിടക്കുന്ന വലിയ കാർഗോ ഷിപ്പുകൾ അതിന് ആ തുറമുഖത്തേക്ക് എത്താൻ കൂടുതൽ ദിവസം വേണ്ടി വരുന്ന അവിടുത്തെ തിരക്ക് കാരണം അത്തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ വേഗത്തിൽ ഇവിടെ വന്ന് അവരുടെ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്ന ആ ജോലി ചെയ്ത് വേഗത്തിൽ മടങ്ങിപ്പോകാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം സജ്ജമായിട്ടുണ്ട് എന്ന് ലോകത്തോട് ഇന്ന് ഈ 9:30 നമ്മൾ പറയുകയാണ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ ഷോക്കേസ് ചെയ്തു എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയുകയും ചെയ്യാം. ഈ മദർഷിപ്പിലുള്ളത് ഇവിടെ ഇറക്കാനുള്ള 2000 കണ്ടെയ്നറുകളാണ്. ഇന്ന് തന്നെ അത് ഇറക്കുന്നതിനുള്ള ജോലികൾ തുടങ്ങും. അത് ഇറക്കി നാളെ ഈ കപ്പൽ തിരികെ പോവുകയും ചെയ്യും. അതിനുശേഷം ഫീഡർ വെസലുകൾ എന്ന് നമ്മൾ പറയുന്ന ഫീഡർ ഷിപ്പുകൾ, ചെറു ഷിപ്പുകൾ ഇവിടേക്ക് വന്ന് ഈ കണ്ടെയ്നറുകൾ ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്ന ആ ജോലി ഇതിന്റെ ട്രയൽ റണ്ണിന്റെ ആദ്യ ദിവസം തന്നെ വിജയകരമായി ചെയ്യാൻ വിഴിഞ്ഞത്തിന് കഴിയുമെന്ന് നമ്മൾ തെളിയിക്കുകയാണ്. അതിന്റെ ആദ്യ പടി വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയും അത്തരം ജോലികൾ, അതായത് ഈ ട്രയൽ റണ്ണിന്റെ സമയത്ത് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ ഈ ക്രെയിനുകൾ, അത് ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ്. ആ ക്രെയിനുകൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഏതെങ്കിലും സാങ്കേതികമായ പോരായ്മകളൊന്നുമില്ല എന്നുറപ്പിക്കലാണ് ഈ 2-2.5 മാസം നടക്കുന്ന ഈ ട്രയൽ റണ്ണിൽ നടത്തുന്നത്. അതുപോലെ IIT മദ്രാസാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ. നമ്മൾ ഈ വിമാനത്താവളങ്ങളിലെ എയർ ട്രാഫിക് കൺട്രോൾ ATC എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ ഈ പോർട്ടുകളിലെ നാവിഗേഷൻ സിസ്റ്റം ആകെ അതിന്റെ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്നത് അവരാണ്. ആ സോഫ്റ്റ്വെയർ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി തെളിയിക്കേണ്ടതുണ്ട്, അല്ലെ എന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. ആ ജോലികളും ഈ 2.5-3 മാസം നടക്കുന്ന ട്രയൽ റണ്ണിൽ നടക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ട്രയൽ റൺ എന്നത് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് സുസജ്ജമായ ഒരു തുറമുഖം എന്ന നിലയിൽ നമുക്ക് വിഴിഞ്ഞത്തെ കമ്മീഷനിങ്ങിലേക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടുന്ന ഒരു വലിയ യാത്ര ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഔദ്യോഗികമായി നാളെ അത് ഇവിടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങോടെ നാളെ അത് നടക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ കഴിഞ്ഞത് ഒരു വലിയ നാഴികക്കല്ല് അത് യഥാർത്ഥത്തിൽ അതിന് പിന്നിട്ടിരിക്കുകയാണ്. കാരണം പുറംകടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ എത്തുകയും അതിനുശേഷം വിഴിഞ്ഞത്തേക്ക് അതിനെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ക്രമാനുഗതമായി എന്ന് വെച്ചാൽ സമയബന്ധിതമായി നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കൃത്യമായി കൊണ്ടുവരികയും ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ അത് ബർത്തിനടുത്തെത്തുകയും 9:30 ബർത്തിങ് പൂർത്തിയാക്കിയെന്ന സൈറൻ വിജയകരമായി മുഴക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വിഴിഞ്ഞം എന്നത് യഥാർത്ഥത്തിൽ കേവലം അവകാശവാദങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ത്യയിലെ തന്നെ തനത് സ്വാഭാവികമായ പ്രകൃതിദത്തമായ ഒരു തുറമുഖം എന്ന നിലയിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, അതിന്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ കഴിയും എന്നത് നമ്മൾ ഇന്ന് ഈ രാവിലെ 9:30 ലോകത്തിന് കാണിച്ചു കൊടുത്തു, ദൃശ്യങ്ങളിലൂടെ അത് തെളിയിച്ചു കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിൽ വിഴിഞ്ഞത്തേക്ക് വലിയ കാർഗോ ഷിപ്പുകൾ, കാർഗോ കമ്പനികൾ അവരുടെ ഷെഡ്യൂളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. MSC എന്ന ലോകത്തെ ഏറ്റവും വലിയ കാർഗോ കമ്പനി അവരുടെ അടുത്ത ഷെഡ്യൂൾ വിഴിഞ്ഞത്തേക്ക് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ദുബായിയും സിംഗപ്പൂരും കൊളംബോയും ലക്ഷ്യമിടുന്ന പല കാർഗോ കമ്പനികളും അവരുടെ അടുത്ത ഡെസ്റ്റിനേഷനായി ഉറപ്പായും വിഴിഞ്ഞമുണ്ടാകുമെന്ന് അവരുടെ കലണ്ടറിൽ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത 1-2 വർഷം തന്നെ വിഴിഞ്ഞത്തിന് നിർണായകമാണ്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് ഇന്ന് ഈ രാവിലെ 9:30 നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് വേണു സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം മുന്നോട്ട് വയ്ക്കുന്ന വലിയ വികസന സാധ്യതകൾ. അത് നമ്മൾ സാധാരണ വലിയ വൻകിട വികസന പദ്ധതികൾ നാട്ടിൽ വരുമ്പോൾ അത് ജനങ്ങൾക്ക് എന്ത് ഗുണം ഉണ്ടാകുമെന്ന് പലപ്പോഴും ചോദ്യം ഉയരാറുണ്ട്. ആ ചോദ്യം നമ്മൾ പല പദ്ധതികളിലും കേട്ടതാണ്. വല്ലാർപാടത്തൊക്കെ നമ്മൾ ആ ചോദ്യം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിഴിഞ്ഞം അങ്ങനെയല്ല. വിഴിഞ്ഞം നേരിട്ടും അല്ലാതെയും മുന്നോട്ട് വയ്ക്കുന്ന തൊഴിൽ സാധ്യതകൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സർക്കാരിനെ സംബന്ധിച്ച് GST മാത്രം പരിഗണിച്ചാൽ കിട്ടുന്ന പ്രതിവർഷ 100 കണക്കിന് കോടി, ഏതാണ്ട് 500-600 കോടിയുടെ GST വരുമാനം, അങ്ങനെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ സംഭാവനകൾ നൽകാൻ പോകുന്ന ഒരു പദ്ധതിയുടെ അത് കമ്മീഷനിങ്ങിലേക്ക് കടക്കുന്നതിന്റെ നാഴികക്കല്ല്
വിജയകരമായി പിന്നിട്ടിരിക്കുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഇന്ന് രാവിലെ 9:30 ലോകത്തോട് പറയാൻ കഴിഞ്ഞു. അത് ഷോക്കേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വേണം എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അഖിൽ ഷാ അൻസാറിലേക്കാണ് പോകുന്നത്. അഖിൽ ഷാ, കേരളത്തിന്റെ തുറമുഖ വാണിജ്യ മേഖലയിൽ എത്ര വലിയ ചലനങ്ങൾക്കുള്ള തുടക്കമാവുകയാണ് ഇന്നു മുതൽ? വേണു, കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തുറമുഖ വാണിജ്യ മേഖലയിൽ വലിയൊരു ചരിത്ര നേട്ടം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയിരിക്കുന്നതിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനമായും ആദ്യം തന്നെ എടുത്തു പറയുന്നത് ഒരു മദർഷിപ്പ് എത്താനുള്ള പോർട്ട് രാജ്യത്ത് ഒരിടത്തുമില്ല എന്നുള്ളതാണ്. ഒരു മദർഷിപ്പ് എത്താനുള്ള മദർ പോർട്ട് രാജ്യത്തില്ല, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് രാജ്യത്തില്ല, അതോടൊപ്പം ഒരു വെതർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഓൾ വെതർ പോർട്ട് രാജ്യത്തില്ല എന്നുള്ളതാണ്. കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് നമ്മൾ പറയുന്നത്, അതായത് ഈ മദർഷിപ്പുകൾ എത്തുമ്പോൾ ഈ മദർഷിപ്പിൽ നിന്ന് ഫീഡർഷിപ്പിലേക്കും ഫീഡർഷിപ്പിൽ നിന്ന് മദർഷിപ്പിലേക്കും കണ്ടെയ്നറുകളും അതുപോലെ ചരക്കുകളും മാറ്റാനുള്ള സംവിധാനമുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഒപ്പം ഒരു മദർ പോർട്ടാണ്. രാജ്യത്ത് ഒരിടത്തും ഒരു മദർഷിപ്പിന് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു പോർട്ട് ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ്. അത് വിഴിഞ്ഞത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തേത് ഒരു ഓൾ വെതർ പോർട്ട് എന്നുള്ള ഏറ്റവും വലിയൊരു സവിശേഷത വിഴിഞ്ഞത്തിനുണ്ട്. കാര്യം നമ്മൾ കൊച്ചി തുറമുഖം ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ തുറമുഖത്ത് അടിഞ്ഞുകൂടുന്ന മണ്ണ് മാറ്റുന്നതിനായി കോടികളാണ് പ്രതിവർഷം മുടക്കുന്നത്. അതൊരു സീസണലായി തന്നെ അത് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ വിഴിഞ്ഞത്ത് അത് ആവശ്യം വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കോടികൾ അതിലൂടെ സംസ്ഥാന സർക്കാരിന് ലാഭിക്കാൻ കഴിയും, അല്ലെങ്കിൽ അദാനിക്ക് ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ വാണിജ്യ മേഖലയിൽ, ഈ പറയുന്ന ചരക്ക് ഗതാഗത വാണിജ്യ മേഖലയിലൊക്കെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഒരു വലിയ പദ്ധതിയാണ് വിഴിഞ്ഞം. അത് പൂർണ്ണ തോതിൽ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അത് കേരളത്തിലും അതുപോലെ രാജ്യത്തിനും ഉണ്ടാക്കാൻ പോകുന്ന വികസനം നമ്മൾ സ്വപ്നം കാണുന്ന അത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വിഴിഞ്ഞത്ത് പ്രകൃതിയാൽ കനിഞ്ഞു നൽകിയ ഒരു സ്വാഭാവിക ആഴം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് സ്വാഭാവികമായി തന്നെ തുറമുഖത്ത് 20 മീറ്റർ ആഴമുണ്ടെന്നുള്ളതാണ്. നമുക്ക് കാണാം, നമുക്ക് ആ കണ്ടെയ്നർക്ക് താഴെ നോക്കിയാൽ അവിടെ നമുക്ക് ആ സാൻ ഫെർണാണ്ടോ നങ്കൂരമിട്ട് കിടക്കുന്നത് കാണാം. 20 മീറ്റർ ആഴമുള്ള ആ കടലിലാണ് സാൻ ഫെർണാണ്ടോ നങ്കൂരമിട്ടിരിക്കുന്നത്. രാജ്യത്ത് ഒരു തുറമുഖത്തും 20 മീറ്റർ ആഴമില്ല. സാൻ ഫെർണാണ്ടോയ്ക്ക് നങ്കൂരമിടാൻ വേണ്ട ആഴം 16 മീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പായ MSC ഐറിനയ്ക്ക് നങ്കൂരമിടാൻ വേണ്ട ആഴം 16 മീറ്ററാണ്. ആ 16 മീറ്ററും കടന്ന് 20 മീറ്ററോളം ആഴമുള്ള ഒരു തുറമുഖത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ തുറമുഖത്താണ് സാൻ ഫെർണാണ്ടോ ഇങ്ങനെ വിശാലമായി തല ഉയർത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ MSC കമ്പനിയായ MSC ഉൾപ്പെടെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് വളരെ അടുത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര കപ്പൽച്ചാല് ഇവിടെ നിന്നൊരു 10 നോട്ടിക്കൽ മൈൽ അകലെയാണ്. നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്ത് നിന്നാൽ അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ നിരവധി കപ്പലുകൾ പോകുന്നത് നേരത്തെയൊക്കെ കാണാമായിരുന്നു. അത്തരത്തിൽ കപ്പൽച്ചാൽ വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ചരക്കിറക്കാനായി പോകുന്ന വഴിയെ തന്നെ കപ്പലുകൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MSCയും മാക്സ് ലൈനും പോലുള്ള വമ്പൻ കമ്പനികൾ വിഴിഞ്ഞത്തെ ആശ്രയിക്കുന്നത്. ഇനി വരാനിരിക്കുന്നതും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകളാണ് ഇനി ചരക്കുമായി വരാനിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ സാൻ ഫെർണാണ്ടോ ഇവിടെ നങ്കൂരമിട്ടിട്ടുണ്ട്. അതിന്റെ മൂറിംഗ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കണ്ടെയ്നറുകൾ മുഴുവൻ തുറമുഖത്തിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് തുറമുഖ അധികൃതർ വ്യക്തമാക്കുന്നത്. നാളെ വൈകിട്ടായിരിക്കും സാൻ ഫെർണാണ്ടോ ഇവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക്, UK-യിലേക്കാണ് സാൻ ഫെർണാണ്ടോ യാത്ര തിരിക്കുന്നത്. അതിന് പിന്നാലെ 2 ഫീഡർ കപ്പലുകളെത്തും. ആ ഫീഡർ കപ്പലുകളാകും ഇവിടെ ഇറക്കിയ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുക. അത് രാജ്യത്തിന്റെ വിവിധ പോർട്ടുകളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകളിൽ പലതും വിഴിഞ്ഞം തുറമുഖത്തെത്തും. ഫീഡർ കപ്പലുകളും എത്തും. വേണു. ശരി, എസ് വിജയകുമാറും തുടരുന്നുണ്ട്. വിജയകുമാർ, ഈ ബർത്തിങ് കഴിഞ്ഞിരിക്കുന്നു, ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? വേണു, 2000 കണ്ടെയ്നറാണ് ആദ്യ യാത്രയിൽ സാൻ ഫെർണാണ്ടോ ഇവിടെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ പോർട്ടിൽ ഇറക്കി വെക്കുക എന്നതാണ് അടുത്ത ജോലി. അതിൽ ഈ പറയുന്ന ക്രെയിനുകൾ, ഏതാണ്ട് 22 ക്രെയിനുകൾ ആ ജോലിയിൽ ഇന്നും നാളെയുമായി ഏർപ്പെടും. ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ് ആ ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് വിലയിരുത്തൽ കൂടിയാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നാളെയുമായി നടക്കാൻ പോകുന്നത് ഈ കണ്ടെയ്നറുകൾ, ഈ ദൃശ്യങ്ങളിൽ കാണാം, ആ കണ്ടെയ്നറുകൾ ഇന്ത്യയിലെയും ലോകത്തെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാർഗോ കമ്പനികളുടെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറുകളാണ്. അത് ഇവിടേക്ക് ഇറക്കി വെക്കുന്നത്. ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം ഈ കപ്പൽ നാളെ ഈ ഔദ്യോഗിക ചടങ്ങുകൾ പൂർത്തിയാക്കി നാളെ മടങ്ങുകയും ചെയ്യും യൂറോപ്പിലേക്ക്. തൊട്ടു പിന്നാലെയാണ് ഫീഡർ വെസലുകൾ വന്ന് ഈ കണ്ടെയ്നറുകൾ
ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. മുന്ദ്ര അടക്കം പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഫീഡർ വെസലുകളിൽ കൊണ്ടുപോകും. ഫീഡർ വെസലുകൾക്ക് ഇവിടെ എത്തുന്നതിന് പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുമുണ്ട്. അതാണ് ഇനി നടക്കാനിരിക്കുന്ന സാങ്കേതിക കാര്യങ്ങൾ. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഈ ഫലകം അനാച്ഛാദനം ചെയ്യുന്നതോടെയാണ് ട്രയൽ റൺ ഔദ്യോഗികമായി ആരംഭിച്ചു എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യ അതിഥിയാകും. അതൊരു ഔദ്യോഗിക ചടങ്ങാണ്. പോർട്ട് പരിസരത്ത് ഒരു വലിയ പന്തൽ തയ്യാറാക്കി അവിടെയാണ് ആ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ചടങ്ങിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അറിയുകയും അതിന്റെ പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കളെയൊക്കെ വിളിക്കാതിരുന്നതിനെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിന്റെ കമ്മീഷനിങ് ആണ് ഇതിലെ വിപുലമായ പരിപാടി. ആ ഘട്ടത്തിൽ എല്ലാവരെയും അതിൽ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാർ എക്കാര്യത്ത് നൽകുന്ന വിശദീകരണം. അത് ഉറപ്പായും വിഴിഞ്ഞം എന്നത് കേവലം ഒരു വികസന പദ്ധതി എന്നതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കേരളം അത് സാക്ഷ്യം വഹിക്കുന്നതാണ്. ആ പദ്ധതിയുടെ അതിന്റെ അവകാശവാദത്തെ ചൊല്ലി അത് ആരാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്, ആരാണ് അത് അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചത് എന്നതിനെയൊക്കെ ചൊല്ലി വലിയ ചർച്ചകൾ. ആ ചർച്ചകൾക്കും ഈ പദ്ധതിയോളം പഴക്കമുണ്ട്, പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് നമുക്കറിയാം. അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ നേരത്തെ അഖിൽ ഷാ അൻസാർ സൂചിപ്പിച്ചതുപോലെ ഓൾ വെതർ പോർട്ട് എന്ന ലോകത്ത് തന്നെ അങ്ങനെ പറയാവുന്ന തുറമുഖങ്ങൾ കുറവാണ്. എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വാഭാവികത ഉള്ള ഒരു തുറമുഖം അത് കേരളത്തിന് ഉണ്ട്. വിഴിഞ്ഞം അത് അത്തരത്തിലുള്ള ഒരു തുറമുഖമാണ്. അതിനെ ആ നിലയിൽ ഡെവലപ്പ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടെ നടന്ന ശ്രമങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു സർക്കാർ മാത്രമല്ല, കുറേ ഗവൺമെന്റുകൾ തുടർച്ചയായി അതിൽ ഔദ്യോഗികവും അനൌദ്യോഗികമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലും കേന്ദ്രത്തിലും അധികാരത്തിൽ വന്ന സർക്കാരുകൾ, ജനപ്രതിനിധികളൊക്കെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ ഈ കാലങ്ങളിലൊക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ വലിയ ഇടപെടൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആകെ ചേർത്ത് വെച്ചാണ് നമ്മൾ വിഴിഞ്ഞം പദ്ധതി ഇവിടെ അതിന്റെ ഒരു നിർണായക ഘട്ടം പിന്നിടാൻ പോകുന്നു എന്ന് എല്ലാ തരത്തിലും പറയുന്നത് വേണം. എസ് വിജയകുമാറും അഖിൽ ഷാ അൻസാറും ഷഫീദ് റാവുത്തറുമാണ് വിഴിഞ്ഞത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി വരാം ഇടവേളയ്ക്ക് ശേഷം.